നെടുമങ്ങാട് കരകുളത്ത് കനത്ത മഴയെ തുടർന്ന് മതിലിടിഞ്ഞ് അമ്മയും 2 കുട്ടികളും മരിച്ചു. ചെമ്പകശ്ശേരി സലിമിന്റെ ഭാര്യ സജിന, മക്കളായ ഷഫാന, ഫർസാന എന്നിവരാണ് മരിച്ചത്. അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്ന മകൻ ഇർഫാൻ പരിക്കുകളോടെ ചികിത്സയിലാണ്. മണ്ണിടിഞ്ഞ് വീണത് ഇവരുടെ വീടിന് മുകളിലേക്കായിരുന്നു. വീട് മുഴുവനായും തകർന്നു. കോൺക്രീറ്റിനും മണ്ണിനും ഇടയിൽപ്പെട്ടാണ് 3 പേരും മരിച്ചത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യത സംബന്ധിച്ച നിലപാട് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയുടെ നോട്ടീസ്. മെയ് 8-നകം മറുപടി നൽകണം. മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടി നൽകിയ ഹർജിയിലാണ് നോട്ടീസ്. യന്ത്രത്തോടൊപ്പം വോട്ടിംഗ് സ്ലിപ്പും ഉൾപ്പെടുത്തണം എന്ന് മായാവതി ആവശ്യപ്പെട്ടു. BSP നൽകിയ ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട ജസ്റ്റിസ് ജെ ചെലമേശ്വർ അധ്യക്ഷനായ ബെഞ്ച് നിലപാട് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും നിർദ്ദേശിച്ചു. മെയ് 8-നകം മറുപടി നൽകണം. വോട്ട് ഏത് ചിഹ്നത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നറിയാൻ നിലവിൽ വോട്ടർമാർക്ക് സൗകര്യമില്ല. അതിനാൽ യന്ത്രത്തോടൊപ്പം വോട്ട് രേഖപ്പെടുത്തുന്ന സ്ലിപ്പും ഉൾപ്പെടുത്തണമെന്ന് BSPക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ P. ചിദംബരം ആവശ്യപ്പെട്ടു. ക്രമക്കേട് നടന്നതിനാൽ ഇക്കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കണമെന്നും ഹർജിക്കാർ ആവശ്യമുന്നയിച്ചു. എന്നാൽ ഇക്കാര്യം അംഗീകരിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ആവശ്യം സുപ്രീം കോടതി തള്ളി. പകരം വോട്ടിംഗ് മെഷീനിലെ വിശ്വാസ്യത പരിശോധിക്കാൻ വിശദമായ വാദം നടത്താമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ട് കപിൽ സിബൽ, AM സിഗ്ബി എന്നിവർ വഴി കോൺഗ്രസും ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് ഇന്ത്യയിൽ മാത്രമാണ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ BJP വൻ വിജയം നേടിയതിനു പിന്നിൽ വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടാണെന്ന് BSP നേരത്തെ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. നേരത്തെ ഇതേ വിഷയത്തിൽ സമർപ്പിച്ച ഒരു പൊതുതാൽപര്യ ഹർജിയിൽ മാർച്ച് 24-ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. യമുനയുടെ ജൈവഘടന നഷ്ടമായി എന്ന ദേശീയ ഹരിത ട്രിബ്യൂണൽ. ശ്രീ രവിശങ്കറിന്റെ ലോക സാംസ്കാരിക ഉത്സവത്തിനായാണ് യമുനാ തീരം മണ്ണിട്ട് നിരത്തിയത്. ജൈവഘടന പുനഃസ്ഥാപിക്കാൻ കുറഞ്ഞത് 10 വർഷം എടുക്കുമെന്നും വിദഗ്ധ സമിതി റിപ്പോർട്ടുണ്ട്. എന്നാൽ വിദഗ്ധ സമിതി അശാസ്ത്രീയ പരിശോധനയാണ് നടത്തിയത് എന്ന് ശ്രീ രവിശങ്കർ പ്രതികരിച്ചു. യമുന നദീതീരത്തെ ഏക്കർ കണക്കിന് ഭൂമിയാണ് ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് സാംസ്കാരിക പരിപാടിക്ക് വേദിയൊരുക്കാൻ നിരത്തിയത്. ജലസമ്പന്നമായിരുന്ന നിരവധി കൃഷിയിടങ്ങൾ ഉൾപ്പെടെയാണ് മണ്ണിട്ട് നിരത്തിയത്. 7 ഏക്കറിലായിരുന്നു പ്രധാന വേദി മാത്രം. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും ഡൽഹി സർക്കാരിന്റെയും അനുമതി കൂടാതെയായിരുന്നു ഈ നീക്കങ്ങളെല്ലാം. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള യമുന നദീതീരം നിരത്തിയതോടെ ജൈവഘടന നഷ്ടമായെന്ന് വിദഗ്ധ സമിതി കണ്ടെത്തി. ജൈവഘടനയ്ക്ക് സംഭവിച്ച നഷ്ടങ്ങൾ നികത്താൻ കുറഞ്ഞത് 10 വർഷമെങ്കിലും വേണ്ടിവരുമെന്നും വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 14 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കേന്ദ്ര ജല വിഭവ മന്ത്രാലയം സെക്രട്ടറി അധ്യക്ഷനായ സമിതി നേരത്തെ വിലയിരുത്തിയത്. ഇതിനു പിന്നാലെയാണ് വിദഗ്ധ സമിതിയും കുറഞ്ഞത് 42 കോടി രൂപയുടെ നഷ്ടം ലോക സാംസ്കാരികോത്സവം ഉണ്ടാക്കിയെന്നുള്ള റിപ്പോർട്ട് ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ സമർപ്പിച്ചത്. എത്രയും വേഗം നദീതട പുനർനിർമ്മാണം നടത്തണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ അശാസ്ത്രീയ പരിശോധനയാണ് ട്രൈബ്യൂണൽ നടത്തിയതെന്നും വിദഗ്ധ സമിതി തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും ശ്രീ രവിശങ്കർ പ്രതികരിച്ചു. പരിസ്ഥിതി നിയമങ്ങൾ ലംഘിക്കുന്നവരല്ല, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന നിലപാടുള്ളവരാണ് ആർട്ട് ഓഫ് ലിവിംഗ് എന്നായിരുന്നു ശ്രീ രവിശങ്കറിന്റെ പത്രക്കുറിപ്പിലൂടെയുള്ള പ്രതികരണം. യമുന നദീതീരം മണ്ണിട്ട് നിരത്തിയിട്ടും സമാന നിലപാട് പ്രകടിപ്പിച്ചത് ആശ്ചര്യമുണർത്തുന്നതായി. മനുശങ്കർ, ദില്ലി. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ കെരൾ ജിൻസനെ നന്ദൻകോട്ടെ വീട്ടിലെത്തിച്ച് പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ കൊലയ്ക്ക് ഉപയോഗിച്ച കൂടുതൽ ആയുധങ്ങൾ കണ്ടെടുത്തു. പിതാവിന്റെ സ്വഭാവ ദൂഷ്യമാണ് കൂട്ടക്കൊലയിൽ കലാശിച്ചത് എന്നാണ് പ്രതി പുതുതായി പോലീസിന് നൽകിയ മൊഴി. അതേസമയം കൊല നടത്തിയതിന്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് കെരൾ അടിക്കടി മൊഴി മാറ്റി പറയുന്നത് അന്വേഷണ സംഘത്തെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി കേതൽ ജിൻസൺ രാജയെ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ KE ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കൊലപാതകം നടന്ന നന്ദൻകോട്ടെ 117-ാം നമ്പർ വീട്ടിലെത്തിച്ച് വിശദമായി തെളിവെടുപ്പ് നടത്തിയത്. കേഡൽ ജിൻസൺ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും ഉൾപ്പെടെ 4 പേരെ മഴ ഉപയോഗിച്ച് മാരകമായി വെട്ടിക്കൊലപ്പെടുത്തിയ ജിൻസൺ രാജയുടെ മുറി ഫോറൻസിക് വിദഗ്ധയും പോലീസും പരിശോധിച്ചു. എല്ലാവരെയും ഇരുത്തി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കസേര, കുത്താനും കഴുത്തുമുറിക്കാനുമായി ഉപയോഗിച്ച കത്തി, ഇരുമ്പ് ദണ്ഡ് എന്നിവയും പോലീസ് കണ്ടെടുത്തു. കേതൽ വെട്ടിക്കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മഴു സംഭവ ദിവസം തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. മഴ ഉപയോഗിച്ച് എല്ലാവരുടെയും മെഡില ഒബ്ലാങ്കേറ്റിൽ തന്നെ ഷാർപ്പായി വെട്ടുന്നതിനായുള്ള പരിശീലനം കേതൽ പല പ്രാവശ്യം ഡമ്മിയിൽ തന്നെ നടത്തി ഉറപ്പാക്കിയെന്നും ഇതിനായി ചില വിദേശ സിനിമകൾ പല ആവർത്തി കണ്ട് ജോലിയുടെ കൃത്യത മനസ്സിലാക്കിയതായും കേതൽ പോലീസിനോട് പറഞ്ഞു. വിഷം നിറച്ച ഒരു കുപ്പിയും അന്വേഷണ സംഘം കണ്ടെടുത്തു. മണിക്കൂറുകൾ നീണ്ട വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം കേതലിനെ കവടിയാറിലെ പെട്രോൾ പമ്പിലും ഷവർമ വാങ്ങിയ നന്ദൻകോട്ടെ ഹോട്ടലിലും കൊണ്ടുപോയി തെളിവെടുത്തു. കേതലിന്റെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവയുടെ ശാസ്ത്രീയ പരിശോധന അടുത്ത ദിവസങ്ങളിലായി നടക്കും. അതേസമയം അച്ഛന്റെ സ്വഭാവ ദൂഷ്യമാണ് കൊലപാതകത്തിന് വഴിവെച്ചതെന്നാണ് കേതൽ അന്വേഷണ സംഘത്തോട് പുതുതായി പറഞ്ഞത്.
പ്രൊഫസർ രാജ് തങ്കത്തിന്റെ ഫോൺ സെക്സ്, പ്രകൃതി വിരുദ്ധ ലൈംഗികത, അമിത മദ്യപാനം ഇവയൊക്കെ കേതൽ പോലീസിനോട് തുറന്നു പറയുകയായിരുന്നു. അച്ഛന്റെ സ്വഭാവ ദൂഷ്യത്തിന് അമ്മ കൂട്ടുനിന്നു. അതിനാലാണ് രണ്ടുപേരെയും കൊല്ലാൻ തീരുമാനിച്ചത്. സഹോദരി അനാഥ ആകുമെന്നതിനാൽ കരോളിനെയും കൊന്നുവെന്നും കേതൽ മൊഴി നൽകി. കേതൽ ഒളിവിൽ പോയ ചെന്നൈയിലും ഇയാളെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. എന്നാൽ കേതൽ അടിക്കടി മൊഴി മാറ്റുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൂന്നാറിൽ നിയമം ശക്തമായി നടപ്പാക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും കാനം തിരുവനന്തപുരത്ത് പറഞ്ഞു. കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തുന്ന ഉദ്യോഗസ്ഥരെ തടയുന്നവർക്കെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിരപ്പള്ളി പദ്ധതി നടക്കാത്ത പദ്ധതിയാണെന്നും കാനം പറഞ്ഞു. മൂന്നാർ വിഷയത്തിൽ CPIക്ക് ഒരു നിലപാടും CPMന് ഒരു നിലപാടും ഇല്ല. LDFന് ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാടിനെതിരായിട്ട് മന്ത്രിമാരോ അതുപോലെ തന്നെ MLAമാരോ സ്വന്തം കക്ഷിയിൽപ്പെട്ടവരോ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഒരു ക്യാബിനറ്റ് മന്ത്രി അവിടെ പോയി ഈ തീരുമാനങ്ങൾക്കെല്ലാം എതിരായി പറയുന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തും. 8 സംസ്ഥാനങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് മുന്നേറ്റം. കർണാടകയിലെ 2 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചു. ആം ആദ്മിയുടെ സിറ്റിംഗ് സീറ്റായ ദില്ലിയിലെ രജൌരി മണ്ഡലത്തിൽ ആം ആദ്മി 3ാം സ്ഥാനത്തേക്ക് തകർന്നടിഞ്ഞു. ശ്രീനഗറിലെ പുനർവോട്ടിംഗിലും പോളിംഗ് ദുർബലമായി. 8 സംസ്ഥാനങ്ങളിലായി ശ്രീനഗർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ 10 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കർണാടകത്തിലൊഴികെ മറ്റെല്ലായിടത്തും BJP മുന്നേറ്റം നിലനിർത്തി. ആം ആദ്മിയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന ദില്ലിയിലെ രജൌരി ഗാർഡനിൽ ആം ആദ്മി 3ാം സ്ഥാനത്തേക്ക് തകർന്നടിഞ്ഞു. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായാണ് ആം ആദ്മി MLA ജർണയിൽ സിംഗ് ഇവിടെ നിന്ന് രാജിവെച്ചത്. BJP SID കൂട്ടുകെട്ടിൽ മഞ്ജീന്ദർ സിംഗ് വിജയിച്ചപ്പോൾ കോൺഗ്രസ് 30% വോട്ട് നേടി 2ാം സ്ഥാനത്തേക്ക് എത്തിയത് ശ്രദ്ധേയമായി. വോട്ടിംഗ് മെഷീൻ ക്രമക്കേട് ആരോപണമുയർന്ന രാജസ്ഥാനിലെ ധോൽപൂർ മണ്ഡലത്തിൽ 16,000-ൽ പരം വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥി ശോഭാ റാണി വിജയിച്ചു. SM കൃഷ്ണയുടെ BJP പ്രവേശനത്തിലൂടെ ശ്രദ്ധേയമായ കർണാടകയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വസതി ഉൾപ്പെടുന്ന നഞ്ചൻഗോഡും ഗുണ്ടൽപേട്ടിലും കോൺഗ്രസ് വിജയിച്ചു. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു. ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. ഹിമാചൽ പ്രദേശിലും മധ്യപ്രദേശിലെ 2ഇടത്തും അസമിലും BJP മുന്നേറ്റം പ്രകടമായി. വിഘടനവാദി നേതാക്കളുടെ ബഹിഷ്കരണം മൂലം കഴിഞ്ഞ തവണ വോട്ടിംഗ് 7% മാത്രമായിരുന്ന ശ്രീനഗറിൽ പുനർവോട്ടിംഗ് നടത്തിയെങ്കിലും ഇത്തവണയും പോളിംഗ് ദുർബലമായി. പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾ പ്രവർത്തകർ തകർത്തു. സിറ്റിംഗ് സീറ്റായ രജൌരി ഗാർഡനിൽ 1ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി കൂപ്പുകുത്തിയത് പഞ്ചാബിന് പിന്നാലെ ഏറ്റവും വലിയ തിരിച്ചടി ആം ആദ്മിക്കേകുന്നതായി. മനുശങ്കർ, ദില്ലി. കൂത്തുപറമ്പ് പോലീസ് വെടിവയ്പിൽ പരിക്കേറ്റ് ശയ്യ അവലംബിയായ പുഷ്പന് സംസ്ഥാന സർക്കാരിന്റെ സാന്ത്വനം. ഇലക്ട്രിക് വീൽചെയർ, ഇലക്ട്രിക് കട്ടിൽ, സംഭാഷണങ്ങൾ രചനകളാക്കി മാറ്റാവുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നിവ സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ പുഷ്പന് ലഭ്യമാക്കി. പാനൂർ മേനപ്രത്തെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവ പുഷ്പന് കൈമാറി. 5 പേരുടെ മരണത്തിനിടയാക്കിയ കൂത്തുപറമ്പ് വെടിവയ്പിൽ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് പാനൂർ മേനപ്പുറം പുതുക്കുടി പുഷ്പൻ. വെടിയേറ്റ് ശരീരം തളർന്ന പുഷ്പൻ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം അതിജീവന പാതയിലാണ്. ശരീരം തളർന്നെങ്കിലും മനസ്സിന്റെ കരുത്ത് ജീവിതത്തിലേക്ക് പ്രതീക്ഷ നൽകി. പുഷ്പന് സഞ്ചാരത്തിനും എഴുതുന്നതിനുമുള്ള ഇലക്ട്രോണിക് യന്ത്രസഹായം ലഭ്യമാക്കാൻ LDF മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തുടർന്ന് ഈ ദൗത്യം സാമൂഹ്യ സുരക്ഷാ മിഷനെ ചുമതലപ്പെടുത്തി. പ്രത്യേക ടെക്നിക്കൽ ടീം പുഷ്പനെ സന്ദർശിച്ച ശേഷമാണ് ആവശ്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അമേരിക്ക, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നും എത്തിച്ചത്. സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ. സഞ്ചരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന സംവിധാനം ഒരു US ബേസ്ഡ് ടെക്നോളജി, ഒരു US കമ്പനിയോട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഈ വീൽ ചെയർ ഉണ്ടാക്കിയത്, ഇലക്ട്രോണിക് വീൽ ചെയർ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ജോയ്സ്റ്റിക്ക് ഈ ഒരു മൂവ്മെൻറ്റ് കൊണ്ട് മുമ്പോട്ടും പുറകോട്ടും എല്ലാം സൈഡിലേക്ക് എടുക്കാൻ പറ്റാവുന്ന രീതിയിൽ ചിഹ്നം ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ സംവിധാനിച്ചിട്ടുള്ളത്. ഒരു സ്വാശ്രയത്വം കൈവരിക്കാൻ വേണ്ടിയാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. പുഷ്പന് ആവശ്യമായ എല്ലാ സഹായങ്ങളും തുടർന്നും സർക്കാർ ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സഹായം കൂടുതലായിട്ട് വേണ്ടി വരുന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ അതിനാവശ്യമായ സഹായം ചെയ്തു തരികയും ചെയ്യാം. സോഷ്യൽ സെക്യൂരിറ്റി മിഷനെയും വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ശൈലജ ടീച്ചറെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. ഇലക്ട്രോണിക് വീൽ കസേര, ഇലക്ട്രോണിക് കട്ടിൽ, സംഭാഷണം എഴുത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയോടുകൂടിയ കമ്പ്യൂട്ടർ എന്നിവയാണ് പുഷ്പന് ലഭ്യമാക്കിയത്. 7 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണിത്. പുഷ്പന് സ്വന്തം നിലയിൽ ഇവ പ്രവർത്തിപ്പിക്കാനാകും. ആരോഗ്യമന്ത്രി KK ശൈലജ, AN ഷംസീർ MLA, CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ, ഡോക്ടർ മുഹമ്മദ് അഷീൽ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ പൂങ്കാവ് പള്ളിയിലെ ദീപക്കാഴ്ച തുടങ്ങി. വൈകിട്ട് 6 മണിക്ക് ആരംഭിച്ച ദീപക്കാഴ്ച പുലർച്ചെ വരെ നീളും. 10,000-കണക്കിന് വരുന്ന വിശ്വാസികളാണ് ദീപം തെളിയിച്ച് പ്രാർത്ഥന നിരതരായി ഇരിക്കുന്നത്. ഇത്തവണത്തെ ദീപക്കാഴ്ച ഇന്ന് രാത്രി 10 മണി മുതൽ പീപ്പിൾ TV തത്സമയം സംപ്രേഷണം ചെയ്യും.
കനത്ത കുടിവെള്ളക്ഷാമത്തിൽ മലയോരം. ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രത്തിൽ ഇതുവരെ അനുഭവപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷാമത്തിനാണ് ഹൈറേഞ്ചിലെ ജനത സാക്ഷ്യം വഹിക്കുന്നത്. ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ ഇവർക്ക് കൈത്താങ്ങാവുകയാണ് മലയോരത്തെ രാജാക്കാട് പഞ്ചായത്ത്. കടക്കണിയിൽപ്പെട്ട അച്ഛനും അമ്മയും ജീവൻ ഒടുക്കിയതോടെ വഴിമുട്ടിയതാണ് ആവണിയുടെയും വൈകിയുടെയും പ്രതീക്ഷകൾ. ഇരിങ്ങാലക്കുട തൊട്ടിപ്പാൾ ഗ്രാമവാസികളുടെ കാരുണ്യത്തിൽ ജീവിതം അറിഞ്ഞു തുടങ്ങിയപ്പോൾ വിധിയുടെ ക്രൂരത വീണ്ടുമെത്തി. 8 വയസ്സുകാരിയായ വൈകിയുടെ ഹൃദയ വാൽവിലെ തകരാറാണ് തിരിച്ചറിവാകുന്നതിന് മുൻപേ ഇവരെ തളർത്തുന്നത്. കഥകൾ പാടിയുറക്കാൻ വരുമോ ചാരേ നിന്നച്ഛൻ. ഹൃദ്രോഗം പിടിപെട്ട കടക്കണിയിലായ അച്ഛൻ സുഭീഷും അമ്മ സുരഭിയും വാടക വീട്ടിൽ ജീവനൊടുക്കിയതോടെയാണ് ആവണിയും വൈകിയും ദുരിതത്തിലായത്. പിന്നീടങ്ങോട്ട് കൂലിപ്പണിക്കാരനായ മുത്തച്ഛനും മുത്തച്ഛിയുമാണ് ഇവർക്ക് സർവരും. മാതാപിതാക്കളുടെ വാത്സല്യമറിയാതെ ജീവിതം പഠിച്ചു തുടങ്ങുന്നതിനു മുമ്പേ ഇളയ കുട്ടിയായ വൈകിക്ക് ഹൃദയവാൽവിൽ ദ്വാരമുണ്ടെന്ന് കണ്ടെത്തി. ദൈനംദിന ചെലവുകൾക്ക് പോലും അയൽവാസികളെ ആശ്രയിക്കേണ്ടി വരുന്ന കുടുംബത്തിന് ചികിത്സാ ചെലവുകളെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. എല്ലാ ബുദ്ധിമുട്ടിനും ആളെ വിളിക്കും, ആളെന്തെങ്കിലും സഹായം ആരെങ്കിലും എത്തിച്ചേരുമാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ ജീവിക്കുന്നത്. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നത്തിനും ചികിത്സയ്ക്കും അയൽവാസികളുടെ സഹായം മതിയാകില്ലെന്നത് ഈ കുരുന്നു മനസ്സുകളിൽ ആശങ്ക പടർത്തുകയാണ്.